ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു തിയറം പഠിച്ചിരുന്നു. തിയറത്തിൽ പറയുന്നത് എ ക്ലോഷർ ഈക്വൽ ടു എ യൂണിയൻ എ ഡാഷ് എന്നാണ്. ഇങ്ങനെ പറഞ്ഞാൽ മീനിങ് എന്താ? എയിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എയും എ ഡാഷും ചേർന്നതാണ്. എ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറൈവ്ഡ് സെറ്റാണ്, അതായത് എയിൻ്റെ എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സുകളുടെയും കളക്ഷൻ. അപ്പോൾ എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എയും അതിൻ്റെ എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും ചേർന്നതാണ് എ ക്ലോഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എ ക്ലോഷറിൻ്റെ കുറച്ചും കൂടി വേറൊരു തരത്തിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അതാണ് നമ്മൾ അടുത്ത തിയറത്തിൽ പഠിക്കുന്നത്. അതായത് എ ക്ലോഷർ എന്താണെന്ന് അറിയാതെ ഒരു പോയിൻ്റ് എ ക്ലോഷറിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെക്നിക്കാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതായത് എ ക്ലോഷർ ഏത് സെറ്റാണ് നമുക്കറിയില്ല, പക്ഷെ ഒരു പോയിൻ്റ് തന്നാൽ അത് എ ക്ലോഷറിൽ വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റണം. അതാണ് അടുത്ത തിയറത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം തിയറത്തിൽ പറയുന്ന കാര്യം ഇതാണ്. ഫോർ എക്സിൻ്റെ ഒരു സബ്സെറ്റ് എ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്ലോഷർ എന്ന് പറയുന്നത് സെറ്റ് വൈ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എവറി നെയ്ബർഹുഡ് ഓഫ് വൈ മീറ്റ്സ് എ നോൺ വേക്കസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? എവരി നെയ്ബർഹുഡ് ഓഫ് വൈ എ ക്ലോഷറിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും ദാറ്റ് മീറ്റ്സ് എ നോൺ വേക്കസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ആ നെയ്ബർഹുഡ് എയിനെ മീറ്റ് ചെയ്യും. എങ്ങനെ? നോൺ വേക്കസ്ലി എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുമ്പം അതായത് ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആവരുത്. വൈൻ്റെ നെയ്ബർഹുഡ് എയിനെ, അതായത് ഇത് വൈൻ്റെ നെയ്ബർഹുഡ് ആണെങ്കിൽ അത് എയിനെ മീറ്റ് ചെയ്യണം നോൺ വേക്കസ്ലി. അതായത് ഈ ഇൻ്റർസെക്ഷൻ ഉണ്ടാവണം, ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആവരുത്. ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആകുമ്പോഴാണ് വേക്കസ്ലി എന്ന് പറയുക. അപ്പം മീൻസ് എ നോൺ വേക്കസ്ലി എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനിൽ എന്തോ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ എയിൻ്റെ ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിൻ്റെ ക്ലോഷറിൽ വരുന്ന മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും അത് എയിനെ മീറ്റ് ചെയ്യും. അഥവാ ആ നെയ്ബർഹുഡും നെയ്ബർഹുഡും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എ ക്ലോഷർ ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ഈ സെറ്റ് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള സെറ്റിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. ബി എന്ന് വിളിച്ചാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ ക്ലോഷർ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ്. സെറ്റ് വൈ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എവറി നെയ്ബർഹുഡ് ഓഫ് വൈ മീറ്റ്സ് എ നോൺ വേക്കസ്ലി. ഇതിന് ഞാൻ കുറച്ചുകൂടി സെൻറ്റൻസ് മാറ്റിയിട്ട് മാത്തമാറ്റിക്കലി എഴുതാൻ പോവുകയാണ്. അപ്പം മാത്തമാറ്റിക്കലി എഴുതുമ്പം നമുക്ക് എങ്ങനെ എഴുതാം? വൈ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എവരി നെയ്ബർഹുഡ് ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻ്റെ നെയ്ബർഹുഡുകൾ എവിടെയാണ് കിടക്കുന്നത്? വൈൻ്റെ നെയ്ബർഹുഡുകളുടെ കളക്ഷന് നമ്മൾ വിളിച്ച പേര് എൻ വൈ എന്നാണ്. എൻ വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നെയ്ബർഹുഡ്സ് ഓഫ് വൈ ആണ്. അപ്പോൾ എവരി നെയ്ബർഹുഡ് ഓഫ് വൈ, അതായത് വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും, അതായത് ഇതിൽ നിന്ന് ഒരു യു എടുത്താൽ എന്തായിരിക്കും? നെയ്ബർഹുഡ് ഓഫ് വൈ ആയിരിക്കും. ആ യു മീറ്റ്സ് എ നോൺ വേക്കസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്താവില്ല? എംപ്റ്റി ആവില്ല, അതായത് നോട്ട് ഈക്വൽ ടു 5. അതാണ് ഈ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വൈ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് യു ബിലോങ്സ് ടു എൻ വൈ ഇംപ്ലൈസ് യു ഇൻ്റർസെക്ഷൻ എ നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ എൻ വൈയിലുള്ള യു എടുത്താൽ എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ ആ എല്ലാ വൈക്കും എല്ലാ യുവിനും വൈൻ്റെ നെയ്ബർഹുഡിൽ ഏത് യു എടുത്തിട്ടുണ്ടെങ്കിലും അതിന് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ ആ വൈ ബിയിലുണ്ടാവും.
അപ്പോൾ നമ്മളങ്ങനെ ബീനെ എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എ ക്ലോഷർ ഈക്വൽ ടു ബി എന്നാണ്. നേരത്തെ തിയറം വെച്ചിട്ട് എ ക്ലോഷർ എന്താണ്? എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ ഡാഷ് ആണ്. അപ്പോൾ എ ക്ലോഷർ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ തിയറം എഴുതുമ്പോൾ തൊട്ട് മുന്നേ തിയറവും പ്രൂഫും എഴുതണേ. അപ്പോൾ എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു ബി എന്ന് ആണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു സെറ്റാണ്, റൈറ്റ് സൈഡിലുള്ള ഒരു സെറ്റാണ്. അപ്പോൾ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റേതിൻ്റെ സബ്സെറ്റാണെന്നും മറ്റേത് ഇതിൻ്റെ സബ്സെറ്റാണെന്നും കാണിക്കണം. അതായത് നമുക്ക് കാണിക്കേണ്ട കാര്യം എ യൂണിയൻ എ ഡാഷ് സബ്സെറ്റ് ഓഫ് ബി എന്നും കാണിക്കണം, ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഡാഷ് എന്നും കാണിക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഡാഷ് ആണ്, ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഡാഷ് പ്രൂവ് ചെയ്യാണ്. ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഡാഷ് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു വൈ എടുക്കും. വൈ ബിലോങ്സ് ടു ബി എടുത്താൽ വൈ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ലെറ്റ് വൈ ബിലോങ്സ് ടു ബി എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വൈ ബിലോങ്സ് ടു വൈ ഇവിടെ ഉണ്ട് എന്നാണ്, വൈ ബിലോങ്സ് ടു ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈ ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനത് അങ്ങനെയല്ല എന്ന് എടുക്കുന്നു, വൈ നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് എന്ന് എടുക്കുന്നു. വൈ ഇതിലില്ലെങ്കിൽ വൈ ഇല്ല എന്ന് എടുത്തിട്ട് ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം വൈ നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ നോട്ട് ബിലോങ്സ് ടു എന്താണ്? എ യൂണിയൻ എ ഡാഷ് എന്താ? എ ക്ലോഷർ ആണ്. അപ്പോൾ വൈ നോട്ട് ബിലോങ്സ് ടു എ ക്ലോഷർ എന്ന് കിട്ടും. വൈ നോട്ട് ബിലോങ്സ് ടു എ ക്ലോഷർ ആണെങ്കിൽ എ ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എ ക്ലോഷർ ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എങ്ങനെയായിരിക്കും? കോംപ്ലിമെൻ്റ് ഓപ്പൺ ആയിരിക്കും. എക്സ് മൈനസ് എ ക്ലോഷർ ഓപ്പൺ ആയിരിക്കും. ഈ വൈ എ ക്ലോഷറിലില്ല, വൈ എ ക്ലോഷറിലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു എക്സ് ഉണ്ട്, ഇവിടെ നമുക്കൊരു എ ഉണ്ട്. എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എ ഡാഷും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇതാണ് എ ക്ലോഷർ. അപ്പം വൈ ഈ എ ക്ലോഷറിൽ ഇല്ല എന്ന് പറഞ്ഞാൽ വൈ അതിൻ്റെ പുറത്തുള്ള ഈ ഭാഗത്ത് എവിടെയോ ആണ് വൈ ഉണ്ടാവുക എന്നല്ലേ മീനിങ്. അതായത് വൈ ഇവിടെ ഉണ്ടാവും. വൈ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വൈ എവിടെ ഉണ്ടാവും? വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് എ ക്ലോഷർ ആയിരിക്കും. എക്സ് മൈനസ് എ ക്ലോഷർ എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. വൈ അതിലുണ്ടെങ്കിൽ എക്സ് മൈനസ് എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ വൈൻ്റെ നെയ്ബർഹുഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് എ ക്ലോഷർ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് വൈ. ഇനി എക്സ് മൈനസ് എ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്? ഇത് ഈ പുറത്തുള്ള ഈ ഏരിയയാണ് എക്സ് മൈനസ് എ ക്ലോഷർ. നമ്മൾ എ കിടക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ എക്സ് മൈനസ് എ ക്ലോഷറിന് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഇല്ല എന്നുള്ളത് ചിത്രത്തിൽ നിന്ന് ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് എ ക്ലോഷർ ഇതിന് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എം ടി ആണ്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ ആദ്യം എന്താ എടുത്തത്? ആദ്യം എടുത്തത് വൈ ബിലോങ്സ് ടു ബി എന്നാണ്. വൈ ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ബി ഇതാണ്. ബിയിൽ വൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ വൈയിലുള്ള ഏത് യു എടുത്തിട്ടുണ്ടെങ്കിലും യു ഇൻ്റർസെക്ഷനെ നോട്ട് ഈക്വൽ ടു 5 ആയിരിക്കും. അതായത് വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിന് എയുമായിട്ട് മീറ്റ് ഉണ്ട്, അഥവാ ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഇൻ്റർസെക്ഷൻ എം ടി അല്ല. ഇവിടെ നമുക്ക് എക്സ് മൈനസ് എ ക്ലോഷർ എന്ന് പറയുന്നത് വൈൻ്റെ ഒരു നെയ്ബർഹുഡാണ്. ഈ വൈൻ്റെ നെയ്ബർഹുഡിന് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഇല്ല. ഇൻ്റർസെക്ഷൻ എം ടി ആണെന്ന് പറഞ്ഞാൽ മീറ്റ് ഇല്ല. പക്ഷേ നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് വൈ ബിയിലാണെന്നാണ്. അപ്പം വൈ ബിയിലാണെങ്കിൽ വൈൻ്റെ എല്ലാ നെയ്ബർഹുഡും മീറ്റ് ഉണ്ടാവും. ഇവിടെ നമുക്ക് വൈൻ്റെ ഒരു നെയ്ബർഹുഡ് എക്സ് മൈനസ് എ ക്ലോഷർ കിട്ടി. ആ എക്സ് മൈനസ് എ ക്ലോഷറിന് എയുമായിട്ട് മീറ്റില്ല എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷനാണ്. സോ വിച്ച് ഡസ് നോട്ട് മീറ്റ്. സോ കോൺട്രഡിക്റ്റിംഗ് ദാറ്റ് എന്താ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്?
നമ്മൾ എന്തെടുത്തതാണ് കോൺട്രഡിക്ഷൻ കാരണം? വൈ നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് എന്ന് എടുത്തത് കൊണ്ടാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. സോ ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല. എന്തായിരിക്കും ശരി? വൈ ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് ആയിരിക്കും. വൈ ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് ആയിരിക്കും. വൈ ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ നമ്മൾ ബി എന്നാണ് എടുത്തത്. അപ്പം വൈ എ യൂണിയൻ എ ഡാഷിലുണ്ട്. അതുകൊണ്ട് ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഡാഷ് ആയിരിക്കും. ബട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ നേരത്തെ എന്ത് പ്രൂവ് ചെയ്തിരുന്നു? അല്ല, ആ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഡാഷ് എന്ന് കിട്ടി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് തിരിച്ച് എ യൂണിയൻ എ ഡാഷ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ എ ഡാഷ് സബ്സെറ്റ് ഓഫ് ബി എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് വൈ എടുക്കണം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എ യൂണിയൻ എ ഡാഷ് സബ്സെറ്റ് ഓഫ് ബി എന്നാണ്. അപ്പം നമ്മൾ എവിടുന്ന് എടുക്കും? നമ്മൾ എ യൂണിയൻ എ ഡാഷ് എന്ന ഒരു വൈ എടുക്കും. ഒരു വൈ ബിലോങ്സ് ടു എ യൂണിയൻ എ ഡാഷ് എടുക്കും. എന്നിട്ട് ഈ വൈ ബിയിലുണ്ടെന്ന് കാണിക്കും. ഈ വൈ ബിയിലുണ്ടെന്ന് കാണിക്കുമ്പോൾ ഇവിടെ യൂണിയനിലുണ്ട് എന്നാണ് എടുക്കുന്നത്. യൂണിയനിലുണ്ട് എന്ന് എടുത്താൽ ചിലപ്പം വൈ എയിലുണ്ടാകാം, ചിലപ്പം വൈ എ ഡാഷ് ഉണ്ടാകാം. ഏതിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ കേസായിട്ട് നമ്മൾ എടുക്കുന്നു. ആദ്യം തന്നെ നമ്മൾ വൈ ബിലോങ്സ് ടു എ എന്ന് എടുക്കുന്നു. വൈ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? വൈ എയിലുണ്ട് എന്നാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? വൈ ബിയിലുണ്ട് എന്ന്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം വൈ ബിലോങ്സ് ടു ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ബിയിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബിയിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ ബിയിൽ വൈ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിന് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും ഞാൻ വൈൻ്റെ ഒരു നെയ്ബർഹുഡ് എടുത്തു. ഈ വൈ ആക്ച്വലി എവിടെയാണ് വരുന്നത്? ആക്ച്വലി എയിലാണ് വരുന്നത്. അപ്പം ഇതായിരിക്കും എ ഉണ്ടാവുക. കാരണം വൈ എയിലുണ്ട്. ഇപ്പം വൈൻ്റെ നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടോ? ഇൻ്റർസെക്ഷൻ ഉണ്ട്. എന്താണ്? ഇൻ്റർസെക്ഷനിൽ അറ്റ്ലീസ്റ്റ് വൈ എങ്കിലും ഉണ്ടാവും. കാരണം വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ വൈ ഉണ്ട്. ആ വൈ എയിലുള്ള എലമെൻ്റ് ആണ്. അതുകൊണ്ട് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് വൈ ബിലോങ്സ് ടു എ ആവുന്ന സമയത്ത് വൈ ബിലോങ്സ് ടു ബി ആയിരിക്കും. അത് പ്രൂവ് ചെയ്തു. ഇനി വൈ എയിലല്ല എ ഡാഷിലാണെന്ന് വിചാരിക്കുക. വൈ എ ഡാഷിലാണെങ്കിൽ എന്ത് സംഭവിക്കും? എ ഡാഷിലാണെങ്കിൽ എ ഡാഷിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ ഡാഷിൻ്റെ ഡെഫിനിഷൻ വൈ ഒരു ലിമിറ്റ് പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ വൈ അല്ലാത്ത എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റെങ്കിലും ഉണ്ടാവണം. അങ്ങനെയല്ലേ പറഞ്ഞത്? വൈ ബിലോങ്സ് ടു എ ഡാഷ് ദെൻ every neighborhood of y contains a point of y. Every neighborhood of y contains a point of a. എങ്ങനെയത്? എ ഡാഷ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് സെറ്റാണ്. ഡിറൈവ്ഡ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുമുലേഷൻ പോയിന്റ്സുകളുടെ കളക്ഷനാണ്. സോ വൈ അക്യുമുലേഷൻ പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യുമുലേഷൻ പോയിന്റിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് വൈൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും ആ നെയ്ബർഹുഡിൽ വൈ അല്ലാതെ എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റെങ്കിലും ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് പറയാം? വൈൻ്റെ എല്ലാ നെയ്ബർഹുഡിനും എയുമായിട്ട് ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ മീറ്റ് ഉണ്ട് എന്ന് പറയാം. അങ്ങനെ മീറ്റ് ഉണ്ടെങ്കിൽ ബിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ആ വൈ ബിയിലുണ്ടായിരിക്കും. അപ്പോൾ ആ വൈ ബിയിലുണ്ട്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി എ യൂണിയൻ എ ഡാഷ് സബ്സെറ്റ് ഓഫ് ബി എന്ന് കിട്ടി. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു ബി ആണ്. എ യൂണിയൻ എ ഡാഷ് എന്ന് പറയുന്നത് എ ക്ലോഷർ ആണ്. അതുകൊണ്ട് എ ക്ലോഷർ ഈക്വൽ ടു ബി.
അതുകൊണ്ട് എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ സെറ്റ് വൈ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എവറി നെയ്ബർഹുഡ് ഓഫ് എ മീൻസ് നോൺ വെക്റ്റേഴ്സ് എ. എവറി നെയ്ബർഹുഡ് ഓഫ് വൈ മീൻസ് എ നോൺ വെക്റ്റേഴ്സ് എ. അപ്പോൾ ഈ സെൻറ്റൻസ് ഓർമ്മിച്ച് വെക്കണേ. ക്ലോഷറിലുള്ള എലമെൻസുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ എലമെൻസുകളെ അതിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും ആ നെയ്ബർഹുഡിന് എയുമായിട്ട് മീറ്റ് ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി, ഇൻ്റർസെക്ഷൻ ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതൊന്നും സിലബസിലില്ല കേട്ടോ. ഇത് മുതൽ ഇതില്ല. പിന്നെ ഇതാ വരുന്നത് ഈ ഡെഫിനിഷൻ എന്താ പറയുന്നത് വെച്ചാൽ ഒരു സെറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു സ്പേസ്, അതിൻ്റെ ഒരു സബ്സെറ്റ് എ എടുത്തു. അങ്ങനെയാണെങ്കിൽ എയിൻ്റെ ബൗണ്ടറി കിട്ടാൻ വേണ്ടിയിട്ട് എയിൻ്റെ ബൗണ്ടറി, അപ്പോൾ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എളുപ്പത്തിൽ നമുക്ക് ബൗണ്ടറീൻ്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ യൂഷ്വൽ ടോപ്പോളജിയിൽ ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്യാം. ഓപ്പൺ ഡിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറി ഉണ്ടാവില്ല. ഇതിൻ്റെ ഈ ഓപ്പൺ ഡിസ്കിൻ്റെ ബൗണ്ടറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളാണ് ബൗണ്ടറി. ഇതാണ് ബൗണ്ടറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഇത് എ ആണെങ്കിൽ എയിൻ്റെ ക്ലോഷർ നമുക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഓപ്പൺ ഡിസ്കിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഡിസ്ക്കാണ്. അപ്പം എ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം വരും, ഈ ബൗണ്ടറി അടക്കം വരും. എന്നിട്ട് എക്സ് മൈനസ് എ എടുക്കുക. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ളത്, ഇതാണ് എക്സ് മൈനസ് എ. ഇതിൽ ഈ ബൗണ്ടറിയും പെടും കേട്ടോ. ആ എക്സ് മൈനസ് എൻ്റെ ക്ലോഷർ എടുക്കുക. ആ എക്സ് മൈനസ് എൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷനും ഈ ബൗണ്ടറിയും വരും. ഇതിൻ്റെ രണ്ടിനെയും കൂടിയിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുക? ഈ ബൗണ്ടറി മാത്രമായിരിക്കും കിട്ടുക. ഒന്നുകൂടി പറയാം. എ ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഡിസ്ക് അതിൻ്റെ ബൗണ്ടറി വരും. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയിൻ്റെ പുറത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറത്തുള്ള ഭാഗവും ഈ ബൗണ്ടറിയും വരും. ഇനി എക്സ് മൈനസ് എ ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? എക്സ് മൈനസ് എ ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തുള്ള ഭാഗവും ഈ ബൗണ്ടറിയും വരും. ഇനി എ ക്ലോഷറിനും എക്സ് മൈനസ് എ ക്ലോഷറിനും കൂടിയുള്ള ഇൻ്റർസെക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൗണ്ടറി മാത്രം വരും. ഈ ഒരു ഐഡിയ എന്നാണ് ബൗണ്ടറി ഓഫ് എ ഡിഫൈൻ ചെയ്യുന്നത്. ബൗണ്ടറി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൗണ്ടറി അല്ലെങ്കിൽ ഫ്രോണ്ടിയർ എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ എക്സ് മൈനസ് എ ഹോൾ ക്ലോഷർ. ഇതാണ് ബൗണ്ടറി ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ബൗണ്ടറീനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ചിലപ്പം ഡോ എ എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബൗണ്ടറിയുടെ മീനിങ്. ഓക്കെ, ശരി.